അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഷാഫി ചാലിയും ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി. ഈ വിഷയത്തിൽ പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും ഒറ്റക്കെട്ടായി നിൽക്കുന്നുവെന്നാണ് ലീഗ് പറയുന്നത്. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് 13-ാം തീയതി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കാണിക്കുന്ന വിവേചനത്തിനെതിരെയാണ് ലോങ് മാർച്ച് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നതും. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, മറ്റു സംസ്ഥാനങ്ങൾക്ക് ഈ മാനദണ്ഡങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ, ഗൈഡ് ലൈൻസ് പ്രകാരമല്ലാതെ തന്നെ അടിയന്തരമായി ധനസഹായം അനുവദിച്ച ചരിത്രമാണ് മുഖ്യമന്ത്രി നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ത്രിപുരയുടെ കാര്യത്തിൽ, ആന്ധ്രാപ്രദേശിൻ്റെ കാര്യത്തിൽ, ബീഹാറിൻ്റെ കാര്യത്തിൽ ഒക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം, എന്തിന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ DMK ഭരിക്കുന്ന തമിഴ്നാട്ടിൽ പോലും ഈ ഫിൻജാൻ ചുഴലിക്കാറ്റിനെ തുടർന്ന് വീണ്ടും ധനസഹായം പ്രഖ്യാപിക്കുന്നതും ആ സാഹചര്യത്തിലാണ്. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം, വയനാടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ചും ഈ പിന്തുണ കേന്ദ്രത്തിൽ നിന്നുണ്ടാവാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ലോജിക്കലാണ്. വി പി ശ്രീപത്മനാഭൻ. അതിന് മുന്നേ ഞാൻ രണ്ട് കാര്യം പറയട്ടെ. ഒന്ന്, ഇവിടെ SK സജീഷ് പറഞ്ഞു അമിത്ഷാ വാണിംഗ്, അതായത് നേരത്തെ മുന്നറിയിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ നുണ പറഞ്ഞു എന്ന്. പാർലമെൻറ്റിലാണ് പറഞ്ഞത്. കേരളത്തിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ മുൻകൂട്ടി വാണിംഗ് കൊടുത്തിരുന്നു വിശദമായി. ജൂലൈ 26-ൻ്റെ വാണിംഗ്, 27-ൻ്റെ വാണിംഗ്, 28-ൻ്റെ വാണിംഗ്, 29-ൻ്റെ വാണിംഗ്, 30-ൻ്റെ മറ്റേ 29, ഇതൊക്കെ കൃത്യമായി അവിടെ വായിച്ചു, രാജ്യസഭയിലും ലോക്സഭയിലും. ഞാനത് കേട്ടതാ, ലൈവായി കേട്ടതാ. സാങ്കേതിക പ്രശ്നമുണ്ട്. പറയട്ടെ, അതിനകത്തൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അത് SK സജീഷിലേക്ക് പോയാൽ ചർച്ച വഴിതിരിച്ചു വിടാതിരിക്കാൻ വേണ്ടി ഞാൻ തിരുത്താൻ വേണ്ടിയാണ്. അങ്ങേക്ക് ഉറപ്പുണ്ടോ അത് ശരിയായിരുന്നു? അല്ല, അങ്ങേക്ക് ഉറപ്പുണ്ടോ അത് ശരിയായിരുന്നു? അങ്ങേക്ക് ഉറപ്പുണ്ടോ? ഞാൻ അങ്ങേ സഹായിക്കാൻ വന്നതാണ്. ഞാൻ അങ്ങേ സഹായിക്കാൻ വന്നതാണ്. ഞാൻ വഴങ്ങില്ല. ഞാൻ അങ്ങേ സഹായിക്കാൻ വന്നതാണ് ശ്രീ ശ്രീപത്മനാഭൻ. അത് അമിത്ഷാ പറഞ്ഞത് വേണ്ട, എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട. ശരി, സതീഷ് മറുപടി പറഞ്ഞോളൂ. അങ്ങ് മറുപടി പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ പറയട്ടെ. എനിക്കൊരു ചോദ്യമുണ്ട്. ആരെങ്കിലും കേരളത്തിലുള്ള UDF MPയോ LDF MPയോ ആരെങ്കിലും അവകാശ ലംഘന നോട്ടീസിന് കൊടുത്തോ? അമിത്ഷാ പറഞ്ഞത് നുണയാന്ന് ആരെങ്കിലും കൊടുത്തോ? ഇനി സമയമുണ്ട്, ഇതാ നാളെ കൊടുത്തേക്ക്, അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. 688 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. അതിന് ഒരു നിബന്ധനയും ബാധകമല്ല. 2005 മൻമോഹൻ സിംഗ് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയോട് പാസാക്കിയ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 ഒരു നിബന്ധനയും ബാധകമല്ല. അതിൽ നിന്നാണ്, ആ ഫണ്ട് നിന്നാണല്ലോ പണ്ട് MLAൻ്റെ കുടുംബത്തിനും രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബത്തിനൊക്കെ പൈസ കൊടുത്തത്. ഇഷ്ടം പോലെ ചിലവഴിക്കാം. 688 കോടി, അതിൽ നിന്ന് 7 കോടി ഉറുപ്പിക ചിലവാക്കി. ബാക്കി പൈസ എന്താക്കി? ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുത്തതാ നിങ്ങൾ? കോടതി പറഞ്ഞത് അതിൽ നിന്ന് 7 കോടി ചിലവാക്കിയിട്ടുള്ളൂ എന്ന്. ബാക്കി പൈസ എന്താക്കി? അപ്പോൾ കയ്യിലുള്ള പൈസ ചിലവാക്കാത്ത സർക്കാരാണ്. ഇഷ്ടം പോലെ ചിലവാക്കാൻ, സ്വന്തം ഇഷ്ടം പോലെ ചിലവാക്കാൻ 600 കോടി കയ്യിലുള്ള ഗവൺമെൻറ്റാണ് പറയുന്നത് മറ്റോ പൈസ തന്നില്ല. മറ്റേ കാര്യത്തിലേക്ക് ഞാൻ വരാം. കേന്ദ്രം അത് കുറേ ദിവസമായി ചർച്ച ചെയ്തതാ. കേന്ദ്രം പറഞ്ഞത് അത് പുതിയ കാര്യമല്ല, പഴയ കാര്യമാണ്. ഇത് നിങ്ങളെന്താ ചെയ്യാത്തത്?